നമ്മുടെ മനസ്സിൻ്റെ രണ്ട് തലങ്ങളാണ് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചാണ്. ഇത്തരത്തിൽ കോൺഷ്യസ് മൈൻഡിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നത്. വൺസ് നമ്മുടെ ഒരു ചിന്തയോ നമ്മുടെ ഒരു ഐഡിയയോ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിയാൽ അത് പ്രാവർത്തികമാക്കാനുള്ള വഴികളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആരംഭിക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു ചിന്ത എത്തുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനില്ല. അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ സബ് കോൺഷ്യസ് കോൺഷ്യസ് തലം പ്രവർത്തിക്കുന്നത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും എന്ത് തരം ഐഡിയ ആണോ വരുന്നത് അത് അങ്ങനെ തന്നെ പ്രോസസ്സ് ചെയ്യുകയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്ന ചിന്തകളെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഇത്തരത്തിൽ കമാൻഡ് കൊടുക്കുന്നത്? നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആവശ്യമായ കമാൻഡുകൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന സിഗ്നലുകൾ അല്ലെങ്കിൽ കമാൻഡുകൾ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ആവശ്യമായ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു, സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കൊടുക്കുന്നത് നല്ല ചിന്തയാണോ മോശം ചിന്തയാണോ എന്ന് റീസൺ ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും പോകുന്ന ചിന്തകളെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വേണം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കാൻ. അതിനുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന പുസ്തകങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗതിയിൽ ചിന്തിക്കുന്നത്, നമ്മളൊരു പുസ്തകം തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത്, നമ്മളൊരു വീട് വാങ്ങുന്നത് എല്ലാം നമ്മൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചാണ് ചിന്തിക്കുന്നത്, അല്ലേ? നമ്മൾ ബോധപൂർവമാണ് ഈ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്, നമ്മുടെ കിഡ്നി ലിവർ പോലുള്ള കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഇൻറ്റേർണലി നടക്കുന്നുണ്ട്, അല്ലേ? ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്, അത് സബ് കോൺഷ്യസ്ലി നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത് നമ്മുടെ സെൻസറി ഓർഗൻസിനെ ഉപയോഗിച്ചാണ്. നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ റീസൺസ് കണ്ടെത്തിയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് അതിനെ റീസണിങ് മൈൻഡ് അല്ലെങ്കിൽ റാഷണൽ മൈൻഡ് എന്നും പറയുന്നത്. പക്ഷെ എന്നാൽ ആ ചിന്തകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ അങ്ങനെ ഒരു തരംതിരിവ് ഇല്ല. സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊരിക്കലും നല്ല ചിന്തയാണോ അല്ലെങ്കിൽ മോശം ചിന്തയാണോ, ഈ വന്ന ഐഡിയ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രോഗ്രാം അവിടെ ഇല്ല. സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ചിന്തയെ നമ്മുടെ ഈ യൂണിവേഴ്സിലെ എല്ലാ ശക്തിയും ഉപയോഗിച്ച്, എല്ലാ അറിവും ഉപയോഗിച്ച് പ്രാവർത്തികമാക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഐഡിയ, നമ്മൾ എന്ത് ചിന്ത കൊടുത്താലും നമ്മുടെ കോൺഷ്യസ് മൈൻഡിലല്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു ചിന്ത എത്തിയാൽ അത് തീർച്ചയായും റിയലൈസ് ചെയ്ത് നമ്മുടെ ഔട്ടർ വേൾഡിൽ വരിക തന്നെ ചെയ്യും. അതൊരു പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിത ചുറ്റുപാടായിട്ടായിരിക്കാം, ജീവിത സാഹചര്യമായിട്ടായിരിക്കാം. ഒരു പക്ഷേ ഒറ്റ ദിവസം കൊണ്ടായിരിക്കും റിസൾട്ട് വരുന്നത്, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ചിലപ്പോൾ വർഷങ്ങളോളം എടുക്കും. പക്ഷേ അതെന്ത് തന്നെയായാലും അത് നമ്മുടെ ഔട്ടർ വേൾഡിൽ വന്നിരിക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു ടൈം ഡ്യൂറേഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ നമ്മുടെ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾക്കും അപ്പുറത്താണ്. ഒരുപക്ഷെ ഭാവിയിൽ നമുക്ക് അതും മനസ്സിലാവുമായിരിക്കും എന്തുകൊണ്ടാണ് ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, നമ്മുടെ റാഷണൽ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ സെൻസറി ഓർഗൻസ് വെച്ചാണ്. എന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും എന്താണോ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് അത് അങ്ങനെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന ചിന്തകളെ നമ്മൾ ഫിൽട്ടർ ചെയ്യണം, നിയന്ത്രിക്കണം എന്ന് പറയുന്നത്.